ജോർജ്, ഏത് രീതിയിൽ പോകുന്നു പ്രചരണം? നല്ല ഗംഭീരമായി പോകുന്നുണ്ടോ? വളരെ നല്ല രീതിയിൽ പോകുന്നു. എന്താണ് വോട്ട് തേടി ഇറങ്ങുമ്പോഴുള്ള നിലമ്പൂരുകാരുടെ ഒരു പ്രതികരണം? സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിക്കുന്നുണ്ടോ? വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ്. സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിക്കുന്നുണ്ടോ താങ്കളെ? തീർച്ചയായിട്ടും നിലമ്പൂർ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പാനലിലുള്ളതിൽ താങ്കൾ മാത്രമാവണം ഒരുപക്ഷെ മലപ്പുറം സ്വദേശി. താങ്കൾ നിലമ്പൂരിൽ ജനിച്ചു വളർന്ന ആളാണ്. 47 വർഷം ആ മേഖലയിൽ മലപ്പുറത്തും നിലമ്പൂരിലുമൊക്കെയായി ഈ പറയുന്ന എന്താണ് വളരെ സജീവമായി KSCയിൽ, KYFൽ, കേരള കോൺഗ്രസ് ബിയിൽ ജില്ലാ പ്രസിഡന്റായി, ചീഫ് സെക്രട്ടറിയായി, സ്റ്റേറ്റ് സെക്രട്ടറിയായി ഒക്കെ, പിന്നെ മാർത്തോമ സഭാ കൗൺസിൽ അംഗമായി, മാർത്തോമ കോളേജ് കൗൺസിൽ മെമ്പറായി, ചുങ്കത്തറ മാർത്തോമ ചർച്ചിൻ്റെ വൈസ് പ്രസിഡന്റായൊക്കെ ദീർഘനാളായി ആ മേഖലയിൽ താങ്കൾ പ്രവർത്തിക്കുന്ന ആളാണ്. ആ ജില്ലയെപ്പറ്റി അങ്ങയുടെ ഒരഭിപ്രായം എന്താണ് ശ്രീ മോഹൻ ജോർജ്? മലപ്പുറം ജില്ല ഒരു മതേതരത്വ ജില്ലയല്ലേ? ഇവിടെ എല്ലാവർക്കും തുല്യ അവസരമുള്ള ജില്ലയല്ലേ? പ്രത്യേകിച്ച് നിലമ്പൂർ. മലപ്പുറത്തിന് ചില ഭാഗങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടെങ്കിലും നിലമ്പൂർ എല്ലാവരും തുല്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ എല്ലാ സമുദായങ്ങൾക്കും അതിൻ്റേതായ പ്രാതിനിധ്യമുണ്ട്, അതിൻ്റേതായ വോട്ട് ഉണ്ട്. അതാണ് ഞാൻ കരുതുന്നത്. അതേ ചന്തക്കുന്നിൽ വന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് അവിടെ എന്തോ ശ്വാസം മുട്ടാണെന്നോ അവിടെ വരുന്നവർക്ക് എന്തോ വലിയ ബുദ്ധിമുട്ടാണെന്നോ ഒക്കെ പറഞ്ഞ് താങ്കൾ കേട്ടിരുന്നോ? ഒരു മലപ്പുറംകാരൻ എന്നുള്ള നിലയ്ക്ക് അത് ശരിയാണോ ശ്രീ മോഹൻ ജോർജ്? ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, ഇപ്പോൾ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഇപ്പോൾ എന്താണ് മലപ്പുറം ജില്ലയിൽ വരുന്നവർക്ക് അവിടെ എന്താണ് മറ്റാൾക്കാർക്ക് ശ്വാസം മുട്ടുണ്ട്, അവിടെ ഏതോ ഒരു വിഭാഗത്തിൻ്റെ ഒരു സംസ്ഥാനമാണ്, ഒരു രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് തെറ്റാണ് അല്ലേ ശ്രീ മോഹൻ ജോർജ്? നിലമ്പൂരിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. നിലമ്പൂർ എല്ലാവരും യോജിച്ച് പോകുന്ന പ്രദേശമാണ്. അല്ല, ഞാൻ പറഞ്ഞത് താങ്കളുടെ ജന്മജില്ല മലപ്പുറമാണല്ലോ. ഇപ്പോൾ പുറത്ത് മലപ്പുറത്തെ പറ്റി ഓരോരുത്തർ എന്തൊക്കെയോ പറയുന്നതിലൊക്കെ വല്ല കഥയുണ്ടോ ശ്രീ മോഹൻ ജോർജ്? അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇന്നിനി എങ്ങോട്ടേക്കാണ്? കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. ഞാനിപ്പോൾ മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ ഞങ്ങളുടെ പ്രവർത്തകരെയും കീ വോട്ടേഴ്സിനെയും കാണുകയാണ്. അതാണ് ഇവിടുത്തെ റേഞ്ചിൻ്റെ പ്രശ്നം. ഈ മേഖല അവികസിതമാണ്. ഇടത് വലത് മുന്നണികളുടെ MLA-മാർ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ പ്രവർത്തിച്ചു. അല്ല, വികസന പ്രശ്നങ്ങളുണ്ട്. ഞാൻ പലയാവർക്കും മലപ്പുറത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ വാർത്ത എനിക്ക് അങ്ങനെ ഒരു പരിചയമുള്ള സ്ഥലമല്ല മലപ്പുറം ജില്ല. ഞാൻ പലയാവർത്തി വാർത്താപരമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, നല്ല ഈ ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നതകളില്ലാതെ ചേർന്ന് ജീവിക്കുന്ന സ്നേഹമുള്ള മനുഷ്യരാണ്. നിലമ്പൂരൊക്കെ അസാധ്യം നല്ല ഗംഭീരമായ ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചേട്ടാ എന്തോ പുള്ളിയുടെ പേര്, ഒരു മോഹനൻ ചേട്ടൻ്റെ ഒരു കടയുണ്ട് അവിടെ അലീക്ക എന്ന് പറഞ്ഞ ചെറിയ കടകളാണെങ്കിലും അസാധ്യമായ ഫുഡ് കിട്ടുന്ന, ഗംഭീര ഫുഡ് കിട്ടുന്ന, ടേസ്റ്റുള്ള എന്നാൽ അത്ര വിലയില്ലാത്ത നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ്. ഒരു സ്നേഹത്തിൻ്റെ ജില്ലയാണെന്നാണ് എൻ്റെ ഒരു ധാരണ. അങ്ങനെയല്ലേ മോഹൻ ജോർജ്? നിലമ്പൂർ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നിലമ്പൂരാണല്ലോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നിലമ്പൂർ തീർച്ചയായിട്ടും അങ്ങനെയാണ്. പൊതുവെ എങ്ങനെയാണ്? പൊതുവെ അങ്ങനെ അല്ലാത്ത പ്രശ്നമുണ്ടോ അവിടെ? അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ശ്രീ മോഹൻ ജോർജ്, താങ്ക് യു. അപ്പോൾ താങ്കൾക്ക് എല്ലാവിധ വിജയാശംസകളും അറിയിക്കുകയാണ്. അപ്പോൾ താങ്കളുടെ പ്രവർത്തനം മുന്നോട്ട് പോകും. താങ്ക് യു. ഓക്കെ. ഓക്കെ.